ഇങ്ങനെ വെറുതെ വീട്ടിൽ ബോറടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ അജയച്ചൻ പറയുന്നത് അജയച്ചന് തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന്. അപ്പം പിന്നെ കേൾക്കേണ്ട താമസം ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞ് പുറവേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ കഴിക്കാൻ ഉച്ചയ്ക്കല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പം അപ്പവും പൊറോട്ടയും പിന്നെ നല്ല നാടൻ ചിക്കൻ പെരട്ടാണോ റോസ്റ്റാണോ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അജയച്ചൻ വന്ന കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ വന്നത്. എപ്പോൾ വന്നാലും നമ്മളിവിടെ കയറാറുണ്ട്. അങ്ങനെ വന്ന് കുഞ്ഞിക്ക് കുറച്ച് ക്ലേയും ക്രയോൺസും അങ്ങനെയുള്ള അല്ലറച്ചിലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ നമുക്കല്ലാണ്ട് എനിക്ക് ഷാമ്പൂ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിക്കാൻ വാങ്ങിച്ചതൊക്കെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫണ്ടൂറയിലോട്ടാണ് കേട്ടോ വന്നത്. എപ്പോൾ വന്നാലും ഫണ്ടൂറയിൽ കയറാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം നേരെ ഫണ്ടൂരയിൽ വന്ന് കുഞ്ഞിക്ക് കയറാൻ പറ്റുന്ന റൈഡ്സിലെല്ലാം കുഞ്ഞിയെ കയറ്റി കേട്ടോ. എല്ലാത്തിനകത്തും നമുക്ക് കയറാൻ പറ്റില്ല. ഇവർക്ക് ഹൈറ്റും പിന്നെന്താണ് ഹൈറ്റൊക്കെ നോക്കിയിട്ടാണല്ലോ അവർ കയറ്റുന്നത്. അപ്പം എല്ലാത്തിനകത്തും കയറാൻ പറ്റിയില്ല. പറ്റുന്നതിനകത്തൊക്കെ കയറ്റി. പിന്നെ നമുക്കും പറ്റുന്നതിനകത്തൊക്കെ നമ്മളും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ഉച്ചയ്ക്ക് വെയിലൊക്കെ താന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെയിലൊക്കെ താന്നിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. ശംഖുമുഖം ബീച്ചിലോട്ടാണ് പോയത്. ശംഖുമുഖം ബീച്ചിൽ ചെന്നാൽ പിന്നെ നമുക്കിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കുഞ്ഞിക്ക് ഭയങ്കര നിർബന്ധം കടലിൽ ഇറങ്ങണമെന്ന്, പക്ഷെ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്ന് കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് ഐസ്ക്രീം, ചായ അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുളിമുട്ടായി വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതെപ്പം കണ്ടാലും ഞാൻ വാങ്ങിക്കും. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തെ കടയിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഇത് ഇവിടെ എവിടെയില്ല. ഇങ്ങനെ ബീച്ച് സൈഡിലൊക്കെ വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. തിരുവനന്തപുരം കൊല്ലമൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ള സാധനമാണ് ഈ പുളിമുട്ടായി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് അവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ വെട്ടുകാട് പള്ളിയുടെ സൈഡിലോട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ബീച്ചിൽ ഇറങ്ങി കളിക്കാം. അങ്ങനെ കുഞ്ഞിയുടെ ആഗ്രഹവും കൂടി സാധിക്കാമെന്ന് വിചാരിച്ച് വെട്ടുകാട് പള്ളിയുടെ അവിടെ വന്ന് ബീച്ചിലൊക്കെ കുറച്ച് നേരം കറങ്ങി തിരിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.